കെമിസ്ട്രി ക്ലാസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ഡെൽറ്റ ടി എഫ് ഇസിക്കൽ ടു കെ എഫ് ഇൻറ്റു എം. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ സിമിലർ ആണ് തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു എം. ഇനി എന്താണ് ഡെൽറ്റ ടി എഫ്? എലിവേഷൻ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കൺസിഡർ ചെയ്യണം. അപ്പൊ ആ ഫ്രീസിംഗ് പോയിന്റിൽ അറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് there is an equilibrium exists between a liquid phase and a solid phase. Solid phase and liquid phase at the freezing point of a liquid there exists an equilibrium between a liquid phase and a solid phase. Liquid phase solid phase തമ്മിൽ equilibrium exist ചെയ്യും. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണ്? ആ equilibrium exist ചെയ്യുമ്പോൾ അവയുടെ കെമിക്കൽ പൊട്ടൻഷ്യലുകൾ that is mu1L is equal to mu1 solid ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യലും ആ equilibrium എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് that is at the freezing point അവിടെയുള്ള അതിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ സോളിഡ് ഫേസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും ലിക്വിഡ് ഫേസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും തുല്യമായിരിക്കും. ആൻഡ് ഓൾസോ ദയർ ചേഞ്ച് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് d mu1L is equal to d mu1 സോളിഡ് ഫേസിന്റെ ചേഞ്ച് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യലും അതായത് ടെമ്പറേച്ചർ മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കെമിക്കൽ പൊട്ടൻഷ്യലും വ്യത്യാസം വരും. അപ്പൊ ആ ഡിഫറൻസ് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യലും അതിന്റെ സോളിഡ് ഫേസിന്റെയും ലിക്വിഡ് ഫേസിന്റെയും സെയിം ആയിരിക്കും. ഇനി when a non-volatile solute is added to the solid at the freezing point of a solid, the conversion of liquid into solid diminishes. An equilibrium is exists between the solid and the liquid phase, but when a non-volatile solute is added, the tendency of conversion of liquid into solid phase diminishes, but at the same time the conversion of escaping tendency of solid into liquid phase increases. അതായത് നമ്മൾ ആ ഒരു ഫ്രീസിംഗ് പോയിന്റിൽ ഇരിക്കുന്ന ഒരു സോൾവെന്റിനകത്തേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെൽറ്റിംഗ് നടക്കും. ദ കൺവേർഷൻ ഓഫ് ലിക്വിഡ് ഇൻടു സോളിഡ് ഫേസ് ഇൻക്രീസസ്, സോളിഡ് ഇൻടു ലിക്വിഡ് ഫേസ് ഇൻക്രീസസ്, but the conversion of liquid into solid phase diminishes. അപ്പൊ rate of conversion of liquid into solid diminishes, but the rate of conversion of solid into liquid increases. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ മെൽറ്റിംഗ് നടക്കും. In order to keep the equilibrium, the temperature of the solid phase must be decreases. അപ്പൊ equilibrium attain ചെയ്യണമെന്നുണ്ടെങ്കിൽ solid phase ന്റെ temperature കുറയ്ക്കണം. Hence it is a temperature of the solid solution is lowered to a temperature so that a solid phase becomes in equilibrium with the liquid phase. And that difference in temperature is called depression in freezing point delta TF. അപ്പൊ ഇനി അവിടുത്തെ കെമിക്കൽ പൊട്ടൻഷ്യലും തുല്യമായിരിക്കും. അപ്പൊ ഇനി നമുക്ക് തെർമോഡൈനാമിക് ഡെറിവേഷനിലേക്ക് കടക്കാം. അപ്പൊ ആ ഒരു ഫേസില് അതിന്റെ ലിക്വിഡ് ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ ലിക്വിഡ് ഫേസ് mu1L that is a function of temperature, pressure and composition. Whereas in the solid phase-നകത്ത് സൊല്യൂഷനകത്ത് മാത്രമേ ലിക്വിഡ് ഫേസ് സൊല്യൂട്ട് കാണത്തുള്ളൂ. അപ്പൊ അവിടുത്തെ മോൾ ഫ്രാക്ഷൻ ഉണ്ട്. അതേസമയം at the solid phase that is mu1 solid, chemical potential of the solid is a function of temperature and pressure only. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് d mu1L ഉം d mu1S ഉം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ ഡെൽറ്റ എസ് ബാർ ഫ്യൂഷൻ പാർഷ്യൽ മോളാർ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ ദാറ്റ് ഈസ് ഇൻടു dt is equal to dou mu1L divided by dou x1 at T P dx1 എന്ന് കിട്ടും. നമ്മൾ ഈ സൊല്യൂഷനെ ഐഡിയൽ ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് mu1L is equal to mu10L plus RT into D into ln x1 എന്ന് എഴുതും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് dou mu1L divided by dou x1 that is equal to RT divided by x1 എന്ന് കിട്ടും. അപ്പൊ ആ ഇക്വേഷനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എസ് ബാർ ഫ്യൂഷൻ into dt is equal to
RT divided by x1 into dx1. അപ്പൊ 1 by x into dx നെ dln x എന്ന് എഴുതാം. That is equal to RT into dln x1 എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് entropy of fusion, partial molar entropy of fusion, that is delta S bar fusion, that is equal to delta H bar fusion divided by T. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ delta H bar fusion divided by T into dt is equal to RT into dln x1 എന്ന് കിട്ടും. അല്ലെങ്കിൽ dln x1 is equal to delta H bar fusion divided by T into RT square into dt എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln x1 that is equal to delta H bar fusion divided by R into delta TF divided by T into TF എന്ന് കിട്ടും. Where T is the freezing point of the solution and TF is the freezing point of the pure solvent. ഇനി നമ്മളൊരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ for a dilute solution T is nearly equivalent to TF. അപ്പൊ Tക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? TF എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ x1ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് രണ്ട് കമ്പോണന്റ് ഉണ്ട്. അപ്പൊ അവയുടെ രണ്ടിന്റെയും കൂടെ സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു യൂണിറ്റി ഓർ x1 ഇസ് ഈക്വൽ ടു 1 മൈനസ് x2 എന്ന് കൊടുക്കുക. അത് ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ln x1 is equal to ln 1 minus x2 that is equal to nearly equal to നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് x2 എന്ന് എഴുതാം. കാരണം എന്താണ്? ഇവിടെ x2 is very small ആയതുകൊണ്ട് 1 minus x2 എന്ന് പറയുന്നത് nearly equal to minus x2 ആയിരിക്കും. അപ്പോഴ് മൈനസ് x2 is equal to, അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, x2 is equal to ഡെൽറ്റ എച്ച് ബാർ ഫ്യൂഷൻ. അപ്പൊ ആ മൈനസും മൈനസും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ എക്സ് ഫിസിക്കൽ ഫ്യൂഷൻ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ടി എഫ് ഡിവൈഡ് ബൈ ടി സ്ക്വയർ എന്ന് കിട്ടും. ടി എഫ് സ്ക്വയർ എന്ന് കിട്ടും. ടി എഫ് എന്ന് പറയുന്ന ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി പ്യുവർ സോൾവെന്റ്. ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് എലിവേഷൻ ഇൻ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് ഈ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു R into TF square. അപ്പൊ നേരത്തെ R into T0 square ആയിരുന്നു. R into TF square divided by delta HF. അപ്പൊ ഇവിടെ പാർഷ്യൽ മോളാർ എൻട്രോപ്പി ഓഫ് സൊല്യൂഷൻ ഡൈല്യൂട്ട് ആയതുകൊണ്ട് പാർഷ്യൽ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഡെൽറ്റ HF into x2 എന്ന് എഴുതാം. അപ്പൊ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് gives the relationship between depression and freezing point and molality of the mole fraction of the solute. ഇനി നമ്മൾ x2 ന് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. That is x2 is equal to n2 divided by n1 plus n2. That is equal to n2 divided by n1. That is equal to w2 divided by m2 into w1 divided by m1. That is equal to w2 divided by m2 into w1 divided by m1. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് പകരം നമുക്ക് മൊളാലിറ്റി എന്ന് പറയാം. ഇഫ് m mole of the solute is dissolved in 1 kilogram of solvent. അപ്പൊ നമ്മളൊരു
അസംഷൻ എടുക്കുന്നു m moles of solute is dissolved in 1 kilogram of the solid. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനില് W2 ഡിവൈഡഡ് ബൈ M2 ന് പകരം സ്മോൾ m എന്ന് കൊടുക്കാം, W1 ന് പകരം 1 കിലോഗ്രാം എന്ന് കൊടുക്കാം. അപ്പൊ X2 is equal to m into capital M1 divided by 1 kilogram എന്ന് എടുക്കാം. That is equal to m into M1 എന്ന് എടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ TF is equal to R TF square divided by delta HF into M1 into small m എന്ന് എടുക്കാം. അപ്പൊ ഫോർ എ ഗിവൺ സൊല്യൂട്ട് ദിസ് വാല്യൂ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇത്രയും പാർട്ട് ഒരു ഗിവൺ സൊല്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന പേരിൽ അറിയപ്പെടും. മോളാർ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് KF ദാറ്റ് ഈസ് ഈക്വൽ ടു R TF സ്ക്വയർ ഇൻടു ക്യാപിറ്റൽ M1 ഡിവൈഡഡ് ബൈ delta HF. It is called the freezing point depression constant or cryoscopy constant എന്ന പേരിൽ അറിയപ്പെടും. ക്രയോസ്കോപ്പി കോൺസ്റ്റന്റ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ TF is equal to KF into M ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഡെറിവേഷൻ ഡെൽറ്റ TF is equal to KF into M. ഇനി നമുക്ക് KF എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. If 1 mole of solute is dissolved in 1 kilogram of the solvent, 1 mole solute ആണ് 1 kilogram solvent dissolve ചെയ്യുന്നതെങ്കിൽ then M is equal to 1 mole ആയിട്ട് മാറും. അപ്പം KF is equal to എന്തെന്ന് കിട്ടും? ഡെൽറ്റ TF എന്ന് കിട്ടും. അപ്പം മോളാർ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓഫ് എ solvent is equal to the depression in freezing point of the solution produced when 1 mole of the solute is dissolved in 1 kilogram of the solvent. അപ്പൊ എന്താണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ എപ്പോഴുള്ളതാണ്? പ്രൊഡ്യൂസ്ഡ് when 1 mole of the solute is dissolved in 1 kilogram of the solvent. 1 mole solute 1 kilogram solvent dissolve ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിപ്രഷൻ ആണ് KF അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ തെർമോഡൈനാമിക് ഡെറിവേഷൻ ആയി.